കെനിയയിൽ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഖത്തർ എയർവേസ് വിമാനം നെടുമ്പാശ്ശേരിയിലെത്തും. സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ആദരാഞ്ജലി അർപ്പിക്കും. ജൂൺ 10-നാണ് ഖത്തറിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ബസ് കെനിയയിൽ അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ നൽകാൻ വിജിതയുണ്ട്. എപ്പോഴായിരിക്കും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തുക വിജിത? വിമാനം ഖത്തർ എയർലൈൻസിന്റെ വിമാനം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ കെനിയയിലെ അപകടത്തിൽ മരിച്ച 5 പേരുടെ മൃതദേഹമാണ് നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. മന്ത്രി അടക്കം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം ഈ മൃതദേഹം പുറത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അധികം ഇറക്കാത്ത അല്ലെങ്കിൽ പുറത്തധികം സമയം വെക്കാത്ത രീതിയിൽ അന്ത്യോപചാരമെല്ലാം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ നോർക്ക റൂട്ട്സിന്റെ വാഹനങ്ങളിൽ ആംബുലൻസിലടക്കമുള്ള വാഹനങ്ങളിൽ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 5 പേരുടെ തൃശൂർ മൂവാറ്റുപുഴ അതോടൊപ്പം തന്നെ തിരുവനന്തപുരമായിട്ടുള്ള ഈ 5 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹ്റിൻ, അതോടൊപ്പം തന്നെ മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ജോഷി ഐസക്, അതോടൊപ്പം പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ തുടങ്ങിയവരുടെ മൃതദേഹമാണ് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ 7 പേർക്ക് അടക്കം പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയും ഇവരുടെ കുടുംബാംഗങ്ങളാണ്, അവരെയും എത്തിച്ചിട്ടുണ്ട്. അവരെ ഇവിടെയുള്ള ആശുപത്രികളിൽ, സ്വദേശത്തുള്ള ആശുപത്രികളിലെല്ലാം തന്നെ എത്തിക്കാനുള്ള കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇനിയുള്ളത്. ഈ നോർക്ക വാഹനങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രി കൊച്ചിയിലെല്ലാം തന്നെ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള ആശുപത്രികളിലേക്കോ ആണ് ഇവരെ മാറ്റുന്ന ഒരു കാര്യമുള്ളത്. എന്തായാലും ഗീത ജോഷിയുടെ മകൻ അടക്കം ഈ ഒരു കൊച്ചിയിൽ തന്നെയാണുള്ളത്. കൊണ്ട് തന്നെ ചൊവ്വാഴ്ചയാണ് ഗീതയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരടക്കം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് സ്വദേശി മണ്ണൂർ സ്വദേശിനി റിയയുടെയും മകൾ ടൈറയുടെയും മൃതദേഹം അവരുടെ ഭർത്താവ് കോയമ്പത്തൂരിലാണ്, അങ്ങോട്ട് എത്തിക്കുകയും സംസ്കാരം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 5 പേരുടെയും മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ സ്വന്തം ദേശങ്ങളിലേക്ക് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. അവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹങ്ങളൊന്നും തന്നെ അധികം പുറത്ത് വെക്കാനുള്ള ഏകദേശം ഇപ്പോൾ 8:45 എത്തുമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 10 മണി ഒക്കെ കഴിഞ്ഞ ഒരു സാഹചര്യം, 10:15 ആവാറായി ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അധിക സമയം വൈകാതെ സ്വന്തം ദേശങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ മന്ത്രി അടക്കമുള്ളവർ അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് തന്നെ ഈ നേതാക്കൾ അടക്കമുള്ളവർ ഒരു അന്ത്യോപചാരം അർപ്പിക്കുകയും കൃത്യമായി അവരുടെ നാടുകളിലേക്ക് മൃതദേഹം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വന്ന കുടുംബാംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പലരും പരിക്കേറ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ഈ ഗീതയുടെ ഹസ്ബൻഡും മകനുമൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരെയെല്ലാം സർജറി അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള നടപടിയെല്ലാം ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം കിടക്കും. ഇപ്പോൾ നിലവിൽ ഈ പാലക്കാട് സ്വദേശികളായിട്ടുള്ള അമ്മയുടെയും മകളുടെയും മൃതദേഹം അതെ, കെനിയയിൽ ബസ് അപകടത്തിൽ മരിച്ച വ്യക്തികളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്പസമയത്തിനകം മന്ത്രി പി രാജീവ് ആദരാഞ്ജലി അർപ്പിച്ച് മൃതദേഹം അതാത് ദേശങ്ങളിലേക്ക് അവരുടെ ബന്ധുവീടുകളിലേക്ക് എത്തിക്കും.